ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഴുന്നേൽക്കാൻ സമയമായി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 13:11. ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമായി. ഇപ്പോൾ നമ്മുടെ രക്ഷ നാം ആദ്യം വിശ്വസിച്ച സമയത്തേക്കാൾ അടുത്തിരിക്കുന്നു. ലോകമനുസരിച്ച് ഉറക്കം അത്യാവശ്യമാണ്. ദൈവം തന്റെ പ്രിയപ്പെട്ടവർക്ക് രാത്രിയിൽ വിശ്രമം നൽകുന്നു. അത് തീർച്ചയായും ഒരു അനുഗ്രഹമാണ്. എന്നാൽ ആത്മാവിന്റെ ഉറക്കം അപകടകരമാണ്. സമയങ്ങളെക്കുറിച്ച് അറിയാതെ അശ്രദ്ധമായി ഉറങ്ങുന്നത് അപകടകരമാണ്. ആത്മീയ ജാഗ്രതയും പുരോഗതിയും നിർണായകമാണ്. നമ്മെ എതിർക്കുന്ന ഇരുണ്ട ശക്തികൾക്കെതിരെ നാം നിലകൊള്ളുകയും പോരാടുകയും വേണം എന്ന് റോമർ 13:12 പറയപ്പെടുന്നു. നോഹയുടെ കാലത്തിന് മുൻപ് മനുഷ്യരാശിയുടെ അഴിമതിയും നിയമലംഘനവും കണ്ട ദൈവം വെള്ളപ്പൊക്കത്തിലൂടെ ലോകത്തെ നശിപ്പിക്കുകയും നോഹയെ പുതിയതും അനുഗ്രഹീതവുമായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നോഹയുടെ കുടുംബത്തിലൂടെ ഒരു പുതിയ തുടക്കം പ്രതീക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും നോഹ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചു. തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം 9:21 കാണപ്പെടുന്നു. ഓ നോഹ, വീഞ്ഞു കുടിച്ച് മദ്യനായ നീ നിന്റെ ലഹരിയിൽ നിന്ന് ഉണരുകയില്ലേ? നിന്നെ തന്നെ മൂടാനും നിന്റെ ആത്മീയ വസ്ത്രം സൂക്ഷിക്കാനും നീ എഴുന്നേൽക്കുകയില്ലേ? നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും നിന്റെ കുടുംബത്തിനും നിന്റെ പിൻഗാമികൾക്കും മേലുള്ള ശാപം തകർക്കാനും നീ എഴുന്നേൽക്കില്ലേ? അവന്റെ അശ്രദ്ധയാണ് കാനാനും അവന്റെ പിൻഗാമികളും ശപിക്കപ്പെടാൻ കാരണമായതെന്നറിയുന്നത് എത്ര സങ്കടകരമാണ്. ഓ ഷിംഷോൻ, ശക്തനായ യോദ്ധാവ്, നിന്റെ ജനത്തിനു വേണ്ടി പോരാടേണ്ടിയിരുന്ന നീ എന്തിന് ദലീലയുടെ മടിയിൽ ഉറങ്ങണം? നിന്റെ കണ്ണുകൾ പിഴുതെടുക്കപ്പെടുകയും നിന്റെ കൈകൾ ബന്ധിക്കപ്പെടുകയും പരിഹാസപാത്രമാകുകയും ചെയ്യുന്നതിന് മുൻപ് നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ലേ? നീ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കേണ്ടതുപോലെ നീ ഉണരില്ലേ? ഓ ഏലിയാവ്, അഗ്നി പ്രവാചകൻ, കർമ്മേൽ പർവ്വതത്തിൽ ശക്തമായി പ്രവർത്തിക്കാൻ ദൈവം പ്രേരിപ്പിച്ചവൻ, നീ ക്ഷീണിതനായി ഒരു ആവണക്ക് മരത്തിന്റെ ചുവട്ടിൽ എന്തുകൊണ്ടുറങ്ങണം? ഇസബേലിന്റെ ആത്മാവിനെതിരെ നീ എഴുന്നേൽക്കാത്തതെന്തായിരുന്നു? നിന്റെ ജോലി പൂർത്തിയായിട്ടില്ല. നീ വളരെ ദൂരം പോകണം. നിന്റെ കൈകളാൽ അഭിഷേകം ചെയ്യപ്പെടേണ്ട നിരവധി ആളുകൾ ഉള്ളതിനാൽ അനേകം ഏലിയാവുക്കളെ എഴുന്നേൽപ്പിക്കേണ്ടതായ നിനക്ക് എങ്ങനെ നിന്റെ ഉറക്കത്തിൽ തുടരാൻ കഴിഞ്ഞു? ഓ യോനെ, രക്ഷയുടെ സന്ദേശം കേട്ട് മാനസാന്തരപ്പെടാത്ത ദശലക്ഷക്കണക്കിന് ആളുകൾക്കുള്ളപ്പോൾ നിനക്ക് ചുറ്റും നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ലാതെ എങ്ങനെ കപ്പലിൽ ഉറങ്ങാൻ കഴിയും? പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ വിളി പൂർണ്ണമല്ല. നിങ്ങൾ പോകേണ്ട ദൂരം വളരെ വലുതാണ്. അഭിഷേകം ചെയ്യാനും ജീവനും പ്രോത്സാഹനവും നൽകാനും നിങ്ങളുടെ കൈകൾക്കായി പലരും കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മീയ ഉറക്കം താങ്ങാൻ കഴിയില്ല. കർത്താവിനായി എഴുന്നേറ്റ് പ്രകാശിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 60:2. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 33-34 അധ്യായങ്ങൾ. വൈകുന്നേരം 1 പത്രോസ് 5 അധ്യായം. ആമേൻ.